നമസ്കാരം, ഞാൻ ഷാക്ടെ. സ്വജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച വിഷയം കർക്കിടക കൂറിൽപ്പെട്ട പുണർതം 4-ാം പാദം പൂയം ആയില്യം നക്ഷത്ര ജാതരുടെ 2025 മഹാശനി മാറ്റത്തെ സംബന്ധിക്കുന്ന ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ്. ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫലങ്ങൾ നമ്മൾ പറയുന്നത് ചാരവശാൽ ശനീശ്വരൻ മാറുന്നതിനെ ആശ്രയിച്ചുള്ള ഫലങ്ങളാണ്. ഇതെങ്ങനെയാണ് കർക്കിടക കൂറിൽപ്പെട്ട പുണർതം 4-ാം പാദം പൂയം ആയില്യം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ 2025 മാർച്ച് മാസം 30-ാം തീയതി മുതൽ തുടർന്ന് 2.5 വർഷക്കാലം കർക്കിടക കൂറുകാരായിട്ടുള്ള ഓരോ വ്യക്തികളുടെയും ജാതകപ്രകാരം അവരുടെ ജാതകത്തിൽ സ്വാധീനം ചെലുത്തുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക. മഹാശനീശ്വരൻ്റെ രാശിമാറ്റം എന്ന് പറയുന്നത് 1200-ാം ആണ്ട് മീനമാസം 15-ാം തീയതി രാത്രി 10:39 കുംഭം രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് ശനി സഞ്ചരിക്കുന്നു. 2025 മാർച്ച് മാസം 29-ാം തീയതി മുതൽ ഏകദേശം 2027 സെപ്റ്റംബർ മാസം വരെയുള്ള 2.5 വർഷ കാലയളവിനുള്ളിൽ കർക്കിടക കൂറുകാർക്ക് ഏതൊക്കെ തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങളാണ് വരാനിടയുള്ളതെന്നാണ് നമ്മളിന്നിവിടെ വിലയിരുത്തുന്നത്. കർക്കിടക കൂറുകാർക്ക് ഈ ശനീശ്വരൻ്റെ രാശിമാറ്റം 9-ാം ഭാവത്തിലേക്കാണ് ശനി രാശി മാറുന്നത്. 9-ലെ ശനി ഗുണദോഷ സമ്മിശ്ര കാരകമാണ്. എന്നാൽ മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടി, രാശിസ്ഥിതി, ശത്രുമിത്രസ്ഥിതി ഇവയൊക്കെ പരിഗണിക്കുമ്പോൾ വലിയ കാഠിന്യം ഉണ്ടാക്കുന്ന തരത്തിലല്ല, എന്നാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ചെയ്യും. അതെങ്ങനെയായിരിക്കും ഇതിൻ്റെ ഫലം വരാനിടയിലെന്ന് വെച്ചാൽ കഴിവും കാര്യശേഷിയും വിദ്യാഭ്യാസ യോഗ്യതയും അടക്കം എല്ലാം ഉണ്ടായിരുന്നിട്ടും ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും ചില ഗുണഫലങ്ങൾക്കും വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുകയും പരിശ്രമിക്കുകയും ഇൻ്റർവ്യൂ കഴിയുകയും അല്ലെങ്കിൽ ലിസ്റ്റിൽ പേര് വരികയും പരിഗണിക്കപ്പെടുകയും ഒക്കെ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ, ജോലിക്കാര്യം തന്നെയല്ല, വിവിധ തരത്തിലുള്ള നേട്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇന്ന് കിട്ടും അല്ലെങ്കിൽ നാളെ കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അലസമായി നീണ്ടുപോവുക, അനിശ്ചിതമായി നീണ്ടുപോവുക. അതായത് ഒന്നുകൊണ്ട് വ്യക്തമാക്കി പറഞ്ഞാൽ ഏതൊരു ഭാഗ്യാനുഭവങ്ങളും കൈവശം വരുമ്പോൾ ചുണ്ടിനും കപ്പിനുമിടയിൽ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ഭാഗ്യ തടസ്സം ഈ കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഈ ഭാഗ്യതടസ്സം വന്ന് അർഹതപ്പെട്ടതായിട്ടും അല്ലെങ്കിൽ അർഹത ഉള്ളതായിട്ടും കിട്ടാതെ പോകുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ന്യായമായ വഴികൾ വിട്ട് അധാർമികമായ വഴികളിലൂടെ ചിലതൊക്കെ നേടാനുള്ള പരിശ്രമം നടത്തിയേക്കാം. അത്തരത്തിലുള്ള അധാർമികമായ വഴികളിലൂടെ നേടാനുള്ള പരിശ്രമം ഈ കാലഘട്ടത്തിൽ നടത്താനിടയുണ്ട്. അതും നമുക്ക് തിരിച്ചടികൾ സമ്മാനിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ കാലമായിട്ട് തുടർന്ന് വരുന്ന ഉപാസനകൾ, ഈശ്വര പ്രാർത്ഥനകളോ ക്ഷേത്ര ദർശനമോ ദേവാലയ ദർശനമോ വിശുദ്ധ ഗ്രന്ഥ പാരായണമോ ഒക്കെ തന്നെ മുടങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകാം. പിതാവുമായിട്ട് ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയോ പിതാവിൻ്റെ സ്വത്തുക്കൾ സംബന്ധിച്ച വിഷയങ്ങളിൽ തർക്കമോ കലഹമോ കോടതി വ്യവഹാരങ്ങളോ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. വരുമാനത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ, തൊഴിലിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേരുവാൻ കുറച്ച് കാലതാമസം ഉണ്ടാകും. ഒരല്പ വരുമാന ലഭ്യത എന്ന നിലയിലേക്ക് കുറച്ചു കാലത്തേക്കെങ്കിലും പരിമിതപ്പെട്ട് പോയേക്കാം. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ശത്രുക്കൾ, ഇന്നലെ വരെ കൂടെ നടന്നവർ ഇന്ന് നേരം വെളുക്കുമ്പോൾ ശത്രുവായിട്ട് മാറുന്ന ഒരവസ്ഥ, പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയങ്ങളിലേക്ക് ആയിരിക്കും ശത്രുത വരാനിടയുള്ളത്. കലഹസാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഴ്ചകൾ, കാൽമുട്ടിന് താഴേക്കുള്ള ഒടിവ് ചതവുകൾ, ഇവയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശം. ഇനി ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശം എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിതാവിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ, പിതാവിൻ്റെ ഔദാര്യം ലഭിക്കാനൊക്കെ പറയില്ല, അതുപോലെ പിതാവിൽ നിന്ന് ചില ആനുകൂല്യങ്ങളോ പൈതൃക സ്വത്തുക്കളെ സംബന്ധിക്കുന്ന ചില ആനുകൂല്യങ്ങളോ അല്പം താമസിച്ചിട്ടാണെങ്കിൽ പോലും ലഭിക്കാനിടയുണ്ട്. വിദേശത്ത് ജോലിക്ക് പോകുന്നവരെ സംബന്ധിച്ച് അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വിജയിക്കുന്നതാണ്. വിദേശത്ത് വിദ്യാഭ്യാസ ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് പോകുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ലഭിക്കാനിടയുണ്ട്. തന്നിലും പ്രായം കൂടിയ വ്യക്തികളിൽ നിന്നും
അത്ര സുഖകരമല്ലാതെയുള്ളൊരു സമീപനം ഉണ്ടായേക്കാം. മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ തന്നിലും പ്രായം കൂടിയ വ്യക്തികളോട് അടുപ്പമോ അനുരാഗമോ ഉണ്ടാകുവാനുള്ള സാധ്യതയും ഈ കാലഘട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ കുടുംബപരമായിട്ടുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ വളരെയേറെ അസ്വസ്ഥത ഉണ്ടാകാനിടയുണ്ട്. കാരണം എത്ര ചിന്തിക്കുമ്പോൾ തന്നെ തല നമുക്ക് പെരുക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ അവസ്ഥ. അതിനെ തുടർന്ന് നമ്മൾ വളരെ കോപാധിക്യത്തിലാകുക. കോപാധിക്യം നോക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ അനാവശ്യങ്ങൾ വിളിച്ചു പറയുക, ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മളെ തന്നെ പീഡിപ്പിക്കുന്ന തരത്തിലേക്കൊക്കെ ചിന്തിക്കുക. ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള തോന്നലുകളും ഉണ്ടായേക്കാം. നമ്മൾ ഈ ഒരു ശനിദോഷ കാലത്ത് അല്ലെങ്കിൽ ശനി ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ തന്നെ ഒന്ന് സ്ഫുടം ചെയ്യുക. നമുക്ക് എല്ലാം തികഞ്ഞവരുമായിട്ട് ആരുമില്ല. ഇത് പറയുന്ന ഞാനടക്കം എല്ലാവർക്കും ഓരോരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കുറ്റങ്ങളും കുറവുകളും വീഴ്ചകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഴ്ചകളും കുറ്റങ്ങളും കുറവുകളും പാപങ്ങളും പാപമംഗലമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ പല സന്ദർഭത്തിൽ പലയിടത്തും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പാപങ്ങളിൽ നിന്നൊക്കെ നമ്മളെ മോചിപ്പിക്കുവാൻ ജന്മനാലുള്ള നമ്മളുടെ ഒരു നൈർമല്യം വിശുദ്ധി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വരവാണ് സാക്ഷാൽ ശനീശ്വരൻ എല്ലാ നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ഓരോരോ കാലങ്ങളിൽ പ്രവർത്തിക്കുന്നത്. പലരും വിചാരിക്കുന്നത് ശനീശ്വരൻ ഒരു വില്ലനാണ്, നമ്മളെ വന്ന് കഷ്ടപ്പെടുത്തി നമ്മളെ അങ്ങ് പീഡിപ്പിച്ച് കഷ്ടപ്പെടുത്തിയിട്ട് ശനീശ്വരൻ എന്താ പ്രയോജനം? അങ്ങനെയല്ല അതിൻ്റെ സിസ്റ്റം. അതായത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഉള്ളിലുള്ള ഒരു നിർമ്മലതയുണ്ട്, നൈർമല്യം, ഒരു വിശുദ്ധി, ഒരു പരിശുദ്ധി, ഒരു സന്മനസ്. ഇതൊക്കെ നമുക്ക് പോകെ ജീവിതം മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മളുടെ ചുറ്റും നിൽക്കുന്ന വ്യക്തികളുടെ സമ്മർദ്ദം കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് ചുറ്റും നിൽക്കുന്നവർ നമ്മളെപ്പോലെ ശുദ്ധരല്ലാത്തത് കൊണ്ട് നമുക്ക് പല സാഹചര്യങ്ങളിലും വഴിവിട്ടും അധാർമികമായിട്ടുമൊക്കെ സഞ്ചരിക്കേണ്ടി വന്നേക്കാം. അപ്പോൾ അത്തരത്തിലൊക്കെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ പാപം നിറഞ്ഞതാണ്. അത്തരത്തിൽ പാപം നിറഞ്ഞ കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു പാപം ചെയ്തവരാകുന്നു. അതിൽ നിന്നുമൊക്കെ നമ്മളെ മോചിപ്പിക്കണമെങ്കിൽ, നമ്മളെ വീണ്ടും സ്ഫുടം ചെയ്ത് ശുദ്ധിയാക്കി എടുക്കണമെങ്കിൽ, അതായത് സ്വർണം തീയിലിട്ട് ചുട്ട് കഴിയുമ്പോഴാണ് അത് തനി തങ്കമായിട്ട് മാറുന്നത് എന്ന് പറയുന്നത് പോലെ ഓരോ ആത്മാവിൻ്റെ ഉടമകളെയും സംശുദ്ധരാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് എവിടെയാണോ പിഴച്ചത്, അവൻ എവിടെയാണോ ബാലൻസ് തെറ്റിയത്, അവൻ എവിടെയാണോ അധർമ്മത്തിൽ സഞ്ചരിച്ചത്, ആ കാര്യങ്ങൾ കൊണ്ട് തന്നെ അവനൊരു തിരിച്ചടി കൊടുത്തിട്ട് അവനെ നേരെയാക്കാൻ വേണ്ടിയിട്ടാണ് ശനീശ്വരൻ എല്ലാവരെയും ബാധിക്കുന്നത്. നമ്മൾ കാണുന്നതെല്ലാം സ്ഥിരമാണെന്നാണ് നമ്മുടെ ധാരണ. നമുക്ക് ഓരോ ദിവസവും ഓരോ മാസവും ഓരോന്നിനോട് കമ്പം തോന്നും. ചിലർക്ക് വസ്ത്രങ്ങളോടായിരിക്കും, ചിലർക്ക് വാഹനങ്ങളോടായിരിക്കും, ചിലർക്ക് ഭക്ഷണത്തോടായിരിക്കും, ചിലർക്ക് ആടയാഭരണങ്ങളോട് ഇലക്ട്രോണിക് വസ്തുക്കളോടായിരിക്കും. പക്ഷെ ഇതൊന്നും അവരുടെ ഒരു കമ്പം അല്ലെങ്കിൽ ഇഷ്ടമെന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് നിൽക്കുന്നതല്ല. അപ്പം ഇതൊക്കെ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ധർമ്മത്തിൻ്റെ പാതയിലോ അധർമ്മത്തിൻ്റെ പാതയിലോ സഞ്ചരിച്ചു എന്ന് വരാം. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മളെ ശുദ്ധി ചെയ്തെടുത്ത് നമ്മളെ വീണ്ടും പരിശുദ്ധരാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് ശനീശ്വരൻ്റെ ഒരു പ്രവർത്തനമാണ് ശനിദോഷകാലത്ത് എന്ന് പറഞ്ഞ് വരുന്നത്. അത് അദ്ദേഹം ഓരോ രാശിയിലും വരുമ്പോൾ ഏതൊക്കെ മേഖലയിലാണോ നമുക്ക് പിഴച്ചിട്ടുള്ളത് അതാത് ഭാവങ്ങളെ സ്വാധീനിക്കും. അതാത് ഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ഉണ്ടാക്കാം. ദോഷഫലങ്ങളാണെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നിയേക്കാം. പക്ഷേ പിൽക്കാലത്ത് ശനീശ്വരൻ അങ്ങനെ വന്നതുകൊണ്ട് ഞാൻ അതിൽ നിന്നൊരു പാഠം പഠിച്ചു, എനിക്ക് സത്യത്തെ തിരിച്ചറിയാൻ സാധിച്ചു എന്ന് പറയുന്ന ഒരുപാട് ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ശനീശ്വരൻ്റെ ഈ ഒരു സാഹചര്യം, ഈ ഒരു സ്ഥിതി എന്ന് പറയുന്നത് കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമാണ്. ചെറിയ ദോഷഫലങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ, ജാഗ്രതയോടുകൂടെ ശ്രമിക്കുകയാണെങ്കിൽ, ദീർഘവീക്ഷണത്തോടെ ശ്രമിക്കുകയാണെങ്കിൽ, മുൻകോപമില്ലാതെ ശ്രമിക്കുകയാണെങ്കിൽ ചെറിയ ദോഷഫലങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ശനീശ്വരൻ വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ മാത്രമാണ് ഉണ്ടായത് എന്ന് പറയുവാൻ സാധിക്കും. അതിനു വേണ്ടി നിങ്ങളുടെ മനസ്സും ശരീരവും ചിന്തകളും സംശുദ്ധമാക്കിക്കൊണ്ട് ദുഷ്കർമ്മങ്ങളൊന്നും ചെയ്യാതെ, ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരോടുകൂടെ സഹവസിക്കുക പോലും ചെയ്യാതെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഈശ്വരനെ അഭയം തേടുക, വിജയമുണ്ടാകും. ദോഷപരിഹാരം എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, കാക്കയ്ക്ക് എള്ളും തൈരും കലർത്തി അന്നം ദാനം ചെയ്യുക, ശനിയാഴ്ച അസ്തമയ ശേഷം ശാസ്താവന ക്ഷേത്രത്തിൽ നീരാജനം സമർപ്പിക്കുക, ഓരോരുത്തരുടെയും മതവിശ്വാസം അനുസരിച്ചുള്ള പ്രാർത്ഥനകൾ, വിശുദ്ധ ഗ്രന്ഥ പാരായണം എന്നിവയൊക്കെ ശനിയാഴ്ച ദിവസം രാത്രിയിലെങ്കിലും ഒരു മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഏകാഗ്രതയോടുകൂടെ ഇരുന്ന് ചെയ്യുക. തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകും, നേട്ടങ്ങളുണ്ടാകും,
ഗുണഫലങ്ങളുണ്ടാകും. ശനിദോഷം എന്ന് പറയുന്നത് ഒന്നും അല്ല എന്ന് പറയുന്നൊരവസ്ഥയിൽ ഒരുപാട് നേട്ടങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യും. ഇതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ള കാര്യങ്ങൾ. നന്ദി, നമസ്കാരം.